അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. CM അബ്ദുള്ള മൗലവി സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ ഉസ്താദിനെ പരിചയമുള്ള ആളുകളുണ്ടോ? ചെമ്പരിക്ക, കാസർഗോഡ് ചെമ്പരിക്കയിൽ ഖാദിയായിരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടിട്ട് 14 വർഷമായി. മരണപ്പെട്ടിട്ട് എന്ന് പറയാൻ പാടില്ല, കൊല്ലപ്പെട്ടിട്ട്. ആരാണ് വയോധികനായ ഈ സമസ്തയുടെ ഉന്നതനായ ഈ പണ്ഡിതനെ കൊലപ്പെടുത്തിയത്? അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്നും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കൊന്നുകളഞ്ഞതാണ്. പക്ഷേ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് പോലീസും CBIയും പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ഉണ്ടാക്കിയെടുത്ത, ഒരുപാട് ശിഷ്യർക്ക് അറിവ് പകർന്നു കൊടുത്ത ഈ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ ഉസ്താദ് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. എന്താണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയാത്തത്? എന്താണ് ശരിക്കും സംഭവിച്ചത്? മുൻവിധികളില്ലാതെ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല വമ്പന്മാരുടെയും കള്ളക്കളികൾ പുറത്താവും. ഇന്നും ആ കുടുംബം സമരമുഖത്താണ്. വേണ്ടപ്പെട്ട ആളുകൾ സമരമുഖത്തില്ലെങ്കിലും ആ കുടുംബത്തിനും ശിഷ്യർക്കും അറിയേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന്. 2010 ഒരു ഫെബ്രുവരി 15 ചെമ്പരിക്കയിലെ ഖാദിയായിരുന്ന ഈ ഉസ്താദ് തൊട്ടടുത്തുള്ള ഒരു കടപ്പുറത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഇത് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് പറഞ്ഞത് അസുഖം മൂലം വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നിറങ്ങി കടപ്പുറത്ത് വന്ന് തെങ്ങിൻ മുകളിൽ കയറി താഴേക്ക് പാറക്കൂട്ടങ്ങളിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല, അതായത് ഒരു സാധാരണ ഒരാളല്ലല്ലോ. ഒരു സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ ചെമ്പരിക്ക ഖാദി എന്ന വയോധികനായ ഈ ഉസ്താദ് വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നിറങ്ങി കുറേയേറെ നടന്ന് ആ കടപ്പുറത്തൂടെ നടന്നു വന്നിട്ട് തെങ്ങിൻ മുകളിൽ കയറി താഴേക്കു ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കുടുംബം അതൊരിക്കലും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഊന്നുവടിയും കണ്ണടയും ഒക്കെ ഉണ്ട്. സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്ന ആരോപണങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം. സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത അത്രയും അവശനായി കിടന്നിരുന്ന ഈ മനുഷ്യനെ മറ്റൊരാളുടെ സഹായമില്ലാതെ അങ്ങോട്ട് എത്തിക്കാനാവില്ല. ഒരുപാട് സംശയങ്ങൾ ഈ മരണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഈ ഒരു ഉസ്താദിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞു വരുത്തിയത്. ആ കുടുംബം ഇന്നും വേദനയോടെ ഓർക്കുന്നതും അതാണ്. ആരാണോ സംരക്ഷിക്കേണ്ടത്, ആരാണോ ഇതിൻ്റെ യഥാർത്ഥ കൊലപാതകികളെ പുറത്തു കൊണ്ടുവരേണ്ടത്, അവരിൽ നിന്ന് തന്നെ ചില ആളുകൾ ഇതിനെ ആത്മഹത്യയാക്കി ചിത്രീകരിച്ചു. പോലീസിന് മൊഴി കൊടുക്കുമ്പോഴും അവർ പറഞ്ഞിരുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് ഒടുവിൽ ഒരുപാട് അന്വേഷണം നടത്തി കണ്ടെത്തിയതും ഇത് ഒരു ആത്മഹത്യയാണ് എന്നാണ്. 2010 നടന്ന ഈ സംഭവം പിന്നീട് 2017 CBI ഏറ്റെടുക്കുന്നത്. CBI ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ ഇതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് അന്വേഷണം പോയെങ്കിലും ആരുടെയൊക്കെയോ രാഷ്ട്രീയപരമായ താല്പര്യവും വൻപന്മാരുടെ ഇടപെടലും കാരണം പിന്നീട് അത് പാതി വഴിയിൽ മുടങ്ങി. CBI കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. പക്ഷേ മനഃശാസ്ത്രപരമായി ഇതിൻ്റെ ഓട്ടോപ്സി നടത്തിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യം തിരിച്ചറിയാമെന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിയപ്പോൾ അത്തരമൊരു റിപ്പോർട്ട് വീണ്ടും CBI കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിധി ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ ഉസ്താദിൻ്റെ പിന്നിൽ ആരാണ് ഈ ഉസ്താദിന് വേണ്ടി ജീവനില്ലാതാക്കി എന്നുള്ള സത്യം ഇനിയും കണ്ടെത്തണം. ആ കുടുംബത്തിന് അറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്. അദ്ദേഹം സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ പലർക്കെതിരെയും ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾക്കുള്ള യഥാർത്ഥം ആരൊക്കെയാണ് കാശടിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതെന്ന് ഈ ഉസ്താദ് കണ്ടുപിടിച്ചിരുന്നു. അതിനെതിരെ സ്ഥാപനത്തിൻ്റെ മേധാവിയായ ഈ ഉസ്താദ് നടപടിയെടുക്കും, അത് പുറത്തു പറയുമെന്നായപ്പോൾ ആ ഉസ്താദിനെ ഇല്ലാതാക്കിയതാണ് എന്നാണ് ഈ കുടുംബം വിശ്വസിക്കുന്നത്. ഇന്നും അതിനുവേണ്ടി കുടുംബം സമരമുഖത്തുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലക്കപ്പുറം ആ സമരത്തെ വ്യാപിപ്പിക്കാൻ അദ്ദേഹം ഉൾപ്പെട്ട സംഘടനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഖേദകരമെന്ന് മക്കൾ പറയുന്നത്. ആ മക്കളുടെ വേദനയാണ്. സത്യത്തിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം, 2010 ഈ സംഭവം നടന്നിട്ട് 2019 സമസ്ത കോഴിക്കോട് വെച്ചൊരു പ്രക്ഷോഭം പോലും സംഘടിപ്പിക്കുന്നത്. മക്കൾ പറയുന്നത് സമസ്തയുടെ ഇടപെടൽ വളരെ വൈകിപ്പോയി, കൃത്യമായുള്ള ഇടപെടൽ നടന്നില്ല. സമസ്ത ആദ്യ സമയത്ത് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നത്രേ. അതിൻ്റെ റിപ്പോർട്ട് മുഷാവറയിൽ വെച്ചോ ഇല്ലയോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ആളുകളിൽ നിന്ന് പോലും കൃത്യമായുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. നാസർ ഫൈസി കൂടത്തായിയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് ആദ്യമായിട്ട് പരസ്യമായി വിളിച്ചു പറയുന്നത്. പക്ഷേ ആ നാസർ ഫൈസി കൂടത്തായിയെ പോലും ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ മക്കൾ പറയുന്നത്.
ആരൊക്കെയോ ചേർന്ന് ഭീഷണിപ്പെടുത്തി അത്രേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില കറുത്ത കൈകളുണ്ട്. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ചെമ്പരിക്ക ഖാദിയെ നമ്മൾ ഓർക്കുന്നു. പക്ഷെ ആ കൊലപാതകികൾ സ്വൈരവിഹാരമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ, ഒരു പ്രായമുള്ള നടക്കാൻ കഴിയാത്ത ഈ ഉസ്താദ് സ്വയം ജീവനൊടുക്കി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സ്വയം ജീവനൊടുക്കുന്നത് അത്ര വലിയ കൊടിയ പാപമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. അത് പറയുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉസ്താദ് അത്തരത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയുന്ന ഒരാളുകൾക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. അവരൊക്കെ ഇന്നും വിശ്വസിക്കുന്നു ഒരിക്കലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ്. പിന്നെ നടക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് മീറ്ററുകളോളം ദൂരം കടപ്പുറത്തേക്ക് നടക്കുന്നത്? അദ്ദേഹം എങ്ങനെയാണ് തെങ്ങിന്മേൽ കയറുന്നത്? അപ്പോൾ അദ്ദേഹം ദേഷ്യം പിടിച്ച് വേദനയുടെ സഹിക്കാൻ കഴിയാതെ തെങ്ങുമ്മേൽ കയറി താഴത്തേക്ക് വീടുന്നൊക്കെ അവരിൽ ബന്ധപ്പെടുന്ന അവരുമായി നടക്കുന്ന ആളുകൾ തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. ആ രീതിയിലേക്കാണ് കേസ് വഴിതിരിച്ചു വിട്ടത്. 2, അദ്ദേഹത്തിന് അപ്പോൾ ഒന്ന് വിശ്വാസപരമായിട്ട് കഴിയാത്തൊരു കാര്യം. 2, അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് നടക്കില്ല. ഒന്ന്, അദ്ദേഹം വീട്ടിൽ ഉപയോഗിച്ചിരുന്ന റൂം പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ആരങ്ങനെ ചെയ്തു? അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന റൂം അതിനൊരൊറ്റ ചാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരണശേഷം മക്കളും സമസ്ത നിയമിച്ച അംഗങ്ങളും അടക്കം ചെന്ന് ഒന്നിച്ച് റൂം തുറക്കാൻ പറഞ്ഞപ്പോഴേക്കും ആ റൂം അവിടെ പലതവണ തുറന്ന് പലതവണ സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് സ്ഥാപന മേധാവികൾ തന്നെ പിന്നീട് പറയണ്ടായി. ആ മക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ചാവി മാത്രമുണ്ടായിരുന്ന, ഞങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന ചാവിയുള്ള റൂം എന്തിനു തുറന്നു? അല്ലെങ്കിൽ ഇത് തുറക്കാൻ ഇതുവരെ ഞങ്ങൾ തുറന്നിട്ടില്ല എന്ന് ഞങ്ങളോട് എന്തിന് നുണ പറഞ്ഞു? വലിയ സംശയം. നമ്മൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി നമ്മൾ സമരങ്ങൾ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നയിക്കുമ്പോഴും ഈ ചെമ്പരിക്ക ഖാദി എന്ന വന്യരായ ഒരു ഉസ്താദിൻ്റെ ഒരു മരണം അതൊരു കൊലപാതകമായിരുന്നിട്ട് കൂടി നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുറ്റകരമായ മൗനമില്ലേ? ഒരു സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, വേണ്ട ഒരു സംഘപരിവാർ പ്രവർത്തകന്റെ കൈകളിൽ കൊല്ലപ്പെട്ടാൽ നമ്മൾ എന്തുമാത്രം പ്രകടനങ്ങളും എന്തുമാത്രം പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കും? അതൊന്നും ഇവിടെ ഇല്ല. ഒരു വലിയൊരു വിഭാഗം സമസ്തയുടെ ഉന്നതനായൊരു നേതാവ്, വന്യരായൊരു പണ്ഡിതൻ, ഹബീബായ നബിയെക്കുറിച്ച് ഒരുപാട് രചനകൾ നടത്തിയൊരു മനുഷ്യൻ, ഒരുപാട് പേർക്ക് ദർസുകൾ നടത്തിയൊരു വന്യരായ ഉസ്താദ് ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലത്. ആ ഉസ്താദിനെ അറിയുന്ന ആളുകൾ അതാണ് പറയുന്നത്. പക്ഷേ ഈ കൃത്യമായിട്ട് അന്വേഷണം നടന്ന CBIയെ പോലും പറ്റിക്കാൻ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ അന്വേഷണം വരണം. നമ്മൾ എത്ര പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു മതപാർട്ടിയുടെ നേതാവൊക്കെ ഈ രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനമിളകുമായിരുന്നു. പക്ഷേ ചെമ്പരിക്ക ഖാദിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരിക്കലും വിസാൽ മീഡിയ ഇതിന് മുൻപ്, വിസാൽ മീഡിയ ജന്മമെടുത്തിട്ട് 3 വർഷമേ ആവുന്നുള്ളൂ. ഈ 3 വർഷത്തിൽ ഇതിൻ്റെ 3 വാർഷികങ്ങൾ കഴിഞ്ഞു. 2 തവണ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആണ്ട് കഴിഞ്ഞു. ഒരിക്കൽ പോലും നമ്മൾ വിസാൽ മീഡിയ ഈ ടോപ്പിക് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് എടുക്കണം തോന്നി. മുസ്ലിം സമൂഹം പല നിലക്കും ആക്രമിക്കപ്പെടുമ്പോൾ പുറത്തുനിന്നുള്ള ആക്രമണമാണെങ്കിൽ നമ്മൾ ഭയങ്കര വാചാലരാകും, നമ്മൾ ഭയങ്കര പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ ഇതുപോലെ ക്രൈം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മൂടി വെക്കാറാണ് പതിവ്. അതങ്ങനെയാണ്, അനുഭവം നമുക്കുണ്ട്. നമ്മുടെ ഉള്ളിലെ കളികളാണെങ്കിൽ പരമാവധി രഹസ്യമാക്കി വെച്ച് ഇല്ലാത്ത കഥകൾ പുറത്തേക്ക് പറഞ്ഞ് മറ്റെന്തൊക്കെയോ പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പാവം ജനങ്ങളെ വിഡ്ഢികളാക്കുക. അപ്പോൾ ഈ ഒരു കുടുംബത്തിന് ഇപ്പോഴും വളരെ വലിയ ആശങ്കയിലും വളരെ വലിയ പ്രതിഷേധവുമാണ്. ഈ ഒരു സമരം കാസർഗോഡ് ജില്ലക്കപ്പുറം അത് നീണ്ടുപോയില്ല. അതുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ സംഘടിക്കപ്പെട്ടില്ല. അത് നടത്തിയത് 1 2 തവണ മാത്രം നടത്തി അവസാനിപ്പിച്ചൊരു പ്രഹസനം മാത്രമാക്കി. കൂടെയുള്ള ആളുകൾ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലേക്ക് മൊഴി കൊടുക്കുകയും ആ രീതിയിൽ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥ കൊലയാളി ആരാണ് എന്നുള്ളത് കുടുംബത്തിന് അറിയാം. പക്ഷേ അത് അന്വേഷിക്കേണ്ട ചുമതല, അത് കണ്ടെത്തേണ്ട ചുമതല കുടുംബത്തിനല്ലല്ലോ, അത് ചുമതല അന്വേഷണ ഏജൻസിക്കാണ്. ആ അന്വേഷണ ഏജൻസിയെ അട്ടിമറിച്ച് ഇതിൻ്റെ പിന്നിൽ പല കളികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് തോന്നാം അങ്ങനെയൊക്കെ നടക്കും. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പല കേസുകളും പല രീതിയിലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് അസംഭവ്യമായ മുഹാലായ കാര്യമൊന്നുമല്ല, അതൊക്കെ സംഭവ്യമായ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഏതാണോ, സത്യാവസ്ഥ എന്താണെങ്കിലും അത് മാലോകരറിയണം, അത് തുറന്നറിയണം. കാരണം ഇന്നും ആ കുടുംബം അതിൻ്റെ പ്രതിഷേധത്തിലാണ്, അതിൻ്റെ സമരത്തിലാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ചെമ്പരിക്ക ഖാദിയെ നേരിട്ട് കണ്ടവരുണ്ട്? ഈ ചെമ്പരിക്ക ഖാദിനെ നേരിട്ട് കണ്ടവരോ സംസാരിച്ച ആളുകളോ പരിചയമുള്ള ആളെന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യം,
ഈ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് മതപരമായോ മറ്റൊന്നും താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ മനുഷ്യൻ്റെ മനോനില മാറുമ്പോഴൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചെമ്പരിക്ക കാതി ആത്മഹത്യ ചെയ്തതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, മറിച്ച് മറ്റെന്തൊക്കെയോ ആയിരിക്കണം അവിടെ സംഭവിച്ചത്. അപ്പോൾ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.